എന്താ ദാസേട്ടാ, മകളുടെ കല്യാണത്തിന് വേണ്ടി ഭൂമി വിൽക്കാന്ന് കേട്ടു. മകള് കല്യാണം കഴിച്ച് അങ്ങ് പോവും. ഉള്ള സ്ഥലം വിറ്റാ പിന്നെ നിങ്ങളുടെ ഗതി എന്താ? ഇങ്ങ് വാ മോളെ. മരുമകൻ നിങ്ങളെ നോക്കുമെന്നാ വിചാരിക്കുന്നത്? ഉപജീവനമാർഗം തരുന്ന ഭൂമിയെ വിൽക്കുമെന്ന് പറയാൻ എങ്ങനെ തോന്നി? അത് പിന്നെ അമ്മേന്ന് വിളിച്ചാ മാത്രം മതിയോ? കഷ്ടപ്പെടുമ്പോ ഈ അമ്മയെ കുറിച്ച് ഓർമ്മ വന്നില്ലേ? ഇങ്ങോട്ട് വാ. ഇത് വെച്ചു ദാസേട്ടാ, നിങ്ങളുടെ മകളുടെ കല്യാണം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ആവട്ടെ അമ്മേ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. പോയിട്ട് വരൂ. കൊള്ളാലോ. ബാലരാജെ പ്ലീസ് ഡാ, എന്നോടൊന്നും മിണ്ടടാ. ഈടാ അവന്റെ അടുത്ത് എന്താ കാണിക്കുന്നേ? ഏയ് നിക്ക്. അല്ല, നിങ്ങൾ എല്ലാവരും ഒരു ബാച്ച് തന്നെയല്ലേ? 4 മാസമായിട്ട് ഞാൻ നോക്കാ. ഇവൻ എന്തിനാ അങ്ങനെ ഒതുക്കി നിർത്തിയിരിക്കുന്നേ? ഇവൻ ദിവസം വരുന്നുണ്ട്. പ്ലീസ് എടാ, എന്നോടൊന്ന് സംസാരിക്കടാന്ന് നിങ്ങളോട് ദിവസം കെഞ്ചുന്നു. നിങ്ങളും എല്ലാം കാണുന്നുമുണ്ട്, പക്ഷെ മിണ്ടാതെ പോകുന്നു. എന്തുകൊണ്ടാടാ? എന്താടാ സംഭവിച്ചത്? അവൻ എത്ര വലിയ ദ്രോഹം ചെയ്തെന്ന് സാറിന് അറിയോ? വേണ്ട സാറേ, വിട്ടേക്ക്. തീർച്ചയായിട്ടും ഇത് വലിയ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. എടാ നീയെങ്കിലും പറയടാ. കൊട പിടിച്ചതുകൊണ്ട് ഇടി നിർത്താൻ പറ്റില്ല സാറേ. എടാ കൊട എന്താ, നടുവിലെ ഇടി എന്താ? മനസ്സിലാവുന്ന പോലെ പറയടാ. റോസ്റ്റ് ഇടിയിൽ പൂക്കുന്നത് റോസാണ് സർ, അല്ലാതെ മുള്ളല്ല. വിശന്നാ കഴിക്കുന്നത് ചോറാണ് സർ, അല്ലാതെ ചേറല്ല. ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരുമിച്ച് കഴിക്കാൻ ഒരുപാട് നാട് കറങ്ങാം, പക്ഷെ ഒരിക്കലും ഇങ്ങനെ പുറകിന് കുത്തരുത്. എടാ നിന്റെ കാല് പിടിച്ച് കേണ അപേക്ഷിക്ക. നീ പറയുന്ന ഈ റോസിനും മുള്ളിനും എന്താടാ ബന്ധം? മനസ്സിലാവുന്ന പോലെ പറയടാ. പറയാം സർ, ഞാൻ പറയാം. കയ്യില് വേറെ സ്വത്തില്ലെങ്കിലും ഫ്രണ്ട്സ് ആണ് സ്വത്തെന്ന് വെച്ച് ജീവിച്ചവരാണ് സർ ഞങ്ങള്. മറ്റുള്ളവർക്ക് വർഷത്തിൽ ഒറ്റൊരു ദിവസമാണ് ഫ്രണ്ട്ഷിപ്പ് ഡേ എങ്കിൽ ഞങ്ങൾക്ക് ഓരോ ദിവസം ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിരുന്നു സർ. ഒരിക്കൽ എങ്ങനെയായിരുന്നു, എക്സാമിന്റെ ഡേറ്റ് ഒക്കെ അടുത്തെത്തി. കയ്യിൽ ബിറ്റ് എടുത്തിട്ട് പോലെ ഏത് ക്വസ്റ്റിന് ഏത് ആൻസർ ആണ് എഴുതേണ്ടെന്ന് പോലും അറിയാത്ത അപ്പാവികളാണ് സർ ഞങ്ങള്. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു ഉറച്ച തീരുമാനം എടുത്തിരുന്നു. എന്തായാലും നമുക്ക് പാസ്സാവാൻ പറ്റില്ല, അത് ഇമ്പോസിബിൾ ആയ കാര്യമാണെന്നും അറ്റ്ലീസ്റ്റ് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഫെയിൽ ആകാമെന്നും. എക്സാംസ് ഒക്കെ എഴുതി സർ, റിസൾട്ടും വന്നു. പ്ലാൻ ചെയ്തപോലെ എല്ലാവരും ഫെയിൽ ആയി സർ. പക്ഷെ ഈ ഇരിക്കുന്ന ഈ രാജേഷ് എല്ലാ സബ്ജക്റ്റിലും ഫെയിൽ ആയി സർ, പക്ഷെ ഒറ്റ സബ്ജക്റ്റില് പാസ്സായി. ഒറ്റ സബ്ജക്റ്റില്. നിർത്തടാ, നിങ്ങൾ തന്നെ പറ സാറേ. എക്സാം ആളിരുന്ന് ബോറടിച്ചപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ 2 തവണ തിരിച്ചു മറിച്ചു എഴുതിയപ്പോ നിങ്ങളെ പോലെ വിവരം കിട്ട ഏതോരുത്തം പേപ്പർ നോക്കി എന്നെ പാസ്സാക്കി വിട്ടു. തെറ്റ് എന്റെ ആണോ അവന്റെ ആണോ? തെറ്റ് നിന്റെതാ, നിന്റെ മാത്രം തെറ്റ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കാണിച്ചിരുന്നെങ്കിൽ ഞാനും ജസ്റ്റ് പാസ്സെങ്കിലും ആവായിരുന്നു. എടാ നിനക്കും ആ ക്വസ്റ്റ്യൻ പേപ്പർ എന്നടാ കിട്ടിയത്. ഇവനോ ആൻസർ പേപ്പർ അങ്ങ് കൊടുത്താൽ മതിയായിരുന്നു. അതാ എന്റെ ബാലരാജ്. എടി, ഇവിടെ ഇരുന്ന് ഇങ്ങനെ പൊലമുതലും ഭേദം അവനോട് നേരിട്ടങ്ങ് തുറന്നു പറഞ്ഞൂടെ? പറയാം, എന്നാലും ബാലരാജിനോട് എന്റെ പ്രണയം അങ്ങനെ വെറുതെ പറയാൻ പറ്റില്ല. അതിന് ഒരുപാട് പ്രിപ്പറേഷൻ വേണം. എന്ത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു? നല്ല സാരി ഉടുക്കണം, സെന്റ് അടിക്കണം, മുഖത്ത് നന്നായി മേക്കപ്പ് ഇടണം. അപ്പൊ എന്നെ കണ്ടിട്ട് അവൻ നോക്കി നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോ നോന്ന് പറയാൻ അവന് ഒരിക്കലും മനസ്സ് വരില്ല. അതിന് നിനക്കെന്താ, ഞാൻ തന്നെ ഇത്രയധികം പ്രിപ്പറേഷൻ ചെയ്യുന്നു. നിനക്കാണെങ്കിൽ നിന്റെ അമ്മ രാജകുമാരനെ കൊണ്ടുതരും.